ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റൂമിലേക്ക് വരുന്ന, അതായത് ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുന്ന സർക്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ തന്നെ അത്യാവശ്യം നമുക്ക് സ്വന്തമായിട്ട് തന്നെ വയറിങ് ചെയ്യാൻ സാധിക്കും. ഇതൊരു മെയിനായിട്ട് വരുന്ന ഒരു നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുന്ന ആ മെയിൻ എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡാണ് ഈ കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന 2 വേ കണക്ഷൻ വരുന്നത്. 2 വേ എന്ന് ഉദ്ദേശിച്ചാൽ ഒരു ലൈറ്റും ഒരു ഫാനും നമ്മുടെ ബെഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ റൂമിലേക്ക് കയറി ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 2 വേയുടെ കൺട്രോളിംഗ് ഉള്ള 2 വേയാണ് ആ വലിച്ചിട്ടിരിക്കുന്നത്. അതായത് 2 എന്ന് പറയുമ്പോൾ 2 വയർ വെച്ചിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ മെയിനായിട്ട് വരുന്ന സർക്യൂട്ടാണ് ഈ കാണുന്നത്. ഫേസ്, ന്യൂട്രൽ, അതുപോലെ തന്നെ പിന്നെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, പിന്നെ ലീഡുകളാണ്. ആ റൂമിൻ്റെ വരുന്ന ലീഡുകളും ലൈറ്റുകളുമാണ് വരുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ സർക്യൂട്ട് ജസ്റ്റ് ആദ്യമേ ഒന്ന് പറയാം. ആദ്യം തന്നെ വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വയറെല്ലാം തന്നെ സെപ്പറേറ്റ് മാറ്റി അടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് നേരെ നമ്മുടെ റൂമിൽ നിന്ന് വരുന്ന സർക്യൂട്ടാണ് ആദ്യം തന്നെ വരുന്നത്. ഫേസ് വരുന്നത് 2.5 തന്നെയാണ് നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത്. 2.5ൻ്റെ ഫേസ്, 2.5ൻ്റെ വയറിൻ്റെ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രൽ 2.5 തന്നെ നമ്മൾ അടുത്ത സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. എർത്ത് വേണമെങ്കിൽ നമുക്ക് 1.5 ഇട്ടാലും മതി. അതായത് എർത്തിൻ്റെ സെക്ഷൻ വരുന്നത് പച്ച വരുന്നത് 1.5 ആണ്. അതായത് അപ്പോൾ 2.5ൻ്റെ റെഡും ബ്ലാക്കും അതുപോലെ തന്നെ 1.5ൻ്റെ എർത്തും കൂടി നമ്മൾ ഓൾറെഡി കൊടുക്കുന്നതാണ് ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന മെയിൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ് മാസ്റ്ററിൻ്റെ കൺട്രോളിങ് വരുന്നുണ്ട്. മാസ്റ്ററിൻ്റെ കൺട്രോളിങ് ഈ ബെഡിൻ്റെ ഏരിയകളിലാണ് നമ്മൾ വരുന്നത്. ബെഡ് സ്വിച്ചിലാണ് വരുന്നത് മാസ്റ്റർ കൺട്രോളിങ് വരുന്നത്. പിന്നെ വരുന്ന എക്സ്ട്രാ പ്ലഗ് ആണ് വരുന്നത്. ഈ എക്സ്ട്രാ പ്ലഗിൽ വരുന്ന ഈ സർക്യൂട്ട് ഫേസ്, ന്യൂട്രൽ, എർത്ത്, പിന്നെ നമുക്ക് ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ കൂടി അവിടെ വലിച്ചിടാം. ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ DBയിൽ നിന്ന് വരുന്നത് മാസ്റ്ററിൻ്റെ കൺട്രോളിങ് വരുന്നുണ്ട്, ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്, ന്യൂട്രൽ, ഒരു റൂമിൽ വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ. മാസ്റ്ററിന് നമ്മൾ സാധാരണ കൊടുക്കുന്നത് 1.5ൻ്റെ നീലയാണ് കൊടുക്കുന്നത്. പിന്നെ ഇൻവെർട്ടർ സെക്ഷൻ കൊടുക്കുന്നത് 1.5ൻ്റെ മഞ്ഞയാണ് സാധാരണ കൊടുക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു റൂമിലേക്ക് വരുന്ന സർക്യൂട്ട്, ഒരു റൂമിൽ ഏതെങ്കിലും ഒരു ബോക്സിലേക്ക് മെയിൻ എൻട്രൻസിലേക്കാണ് മെയിനായിട്ട് DBയിൽ നിന്ന് വരുന്ന സർക്യൂട്ട് നമ്മൾ കൊടുക്കുന്നത്. അവിടെ നിന്നാണ് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ എക്സ്ട്രാ പ്ലഗിൽ നിങ്ങൾക്ക് ഇൻവെർട്ടറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ കൂടി നമ്മൾ ഓൾറെഡി കൊടുത്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ കമ്പ്യൂട്ടറോ കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സമയത്ത് എക്സ്ട്രാ പ്ലഗ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി ഏരിയയൊക്കെ ആയിട്ട് മാറി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുക, കമ്പ്യൂട്ടറൊക്കെ കൊടുക്കണമെങ്കിൽ UPS സെപ്പറേറ്റ് വയ്ക്കണമെന്നില്ല. നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന UPSോ ഇൻവെർട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ അത് സോളാറിൻ്റെ ഇൻവെർട്ടർ ഏതാണെങ്കിൽ UPS മോഡുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് സിസ്റ്റത്തിന്, അത് കമ്പ്യൂട്ടറിന് സെപ്പറേറ്റ് UPSൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സെക്ഷനിൽ നമുക്ക് ഈ ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ ഓൾറെഡി വലിച്ചിട്ടിരിക്കണം. പിന്നെ നമ്മൾ എക്സോസ്റ്റ് കൊടുക്കാം, റൂമിൻ്റെ അകത്ത് എക്സോസ്റ്റ് കൊടുക്കാം. പിന്നെ ഈ എൻട്രൻസിൻ്റെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സർക്യൂട്ടാണ് വരുന്നത്. അവിടെ നിന്നാണ് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ബാത്റൂമിലേക്ക് പോകുന്നത്, അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഡിവൈഡ് ചെയ്ത് പോകുന്നത് അവിടെ നിന്നാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഒറ്റ സർക്യൂട്ട് മാത്രം മതിയാവും. നമുക്കൊരു ഹീറ്റർ നമ്മുടെ റൂമിലുണ്ടെങ്കിൽ കൂടിയും ഹീറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ ഒറ്റ സർക്യൂട്ട്. പിന്നെ AC ഉണ്ടെങ്കിൽ മാത്രമാണ് ACയുടെ സെപ്പറേറ്റ് ഒരു സർക്യൂട്ട് ഫേസ്, ന്യൂട്രൽ 2.5 വരുന്നത്. അങ്ങനെ ഒറ്റ സർക്യൂട്ടിൽ തന്നെ, അല്ലെങ്കിൽ പിന്നെ ACക്ക് വരുന്ന രണ്ട് സർക്യൂട്ട്, അതിൽ തന്നെയാണ് നമ്മൾ റൂം കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൻ്റെ അകത്ത് നമ്മൾ ഹീറ്റർ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ അകത്ത് വരുന്നത് ബെഡ്റൂം അറ്റാച്ച് ചെയ്ത ബാത്റൂം വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഹീറ്റർ കൊടുക്കുന്നുണ്ടെങ്കിൽ, വാട്ടർ ഹീറ്റർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മൾ റൂമിലേക്ക് കൊടുത്തിരിക്കുന്ന സർക്യൂട്ടിൽ നിന്നും 2.5 സർക്യൂട്ടിൽ നിന്നും ലൂപ്പ് ചെയ്താലും മതി, സിമ്പിളായിട്ട് വർക്ക് ചെയ്യും. ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം റൂമിൻ്റെ അകത്ത് കൂടുതൽ വരുന്ന നിസ്സാര പ്ലഗുകളും പിന്നെ ബാക്കിയെല്ലാം വരുന്ന ഇൻവെർട്ടർ സെക്ഷനിലാണ്. അപ്പോൾ നമ്മൾ ആ വലിച്ചിരിക്കുന്ന 2.5 നമുക്ക് ഹീറ്ററിന് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന സെക്ഷനുകളിലെല്ലാം തന്നെ നമുക്ക് ഇൻവെർട്ടർ ആവശ്യമുണ്ടെങ്കിൽ ഇൻവെർട്ടറും അതിൻ്റെ അകത്തേക്ക് ഓൾറെഡി നമ്മൾ എൻട്രൻസിൻ്റെ ഏരിയയിൽ നിന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ അതും സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു റൂമിൽ, അതായത് ഏതെങ്കിലും ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഏതൊക്കെ സർക്യൂട്ടുകൾ വലിക്കണം, എത്ര അതിൻ്റെ വയറുകളാണ് വലിക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.